ഹായ്, ഇന്ന് ഊണിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞാനിന്ന് തേങ്ങയും പരിപ്പൊന്നും ഇല്ലാതൊരു കറി വയ്ക്കാൻ പോവാണ്. വെണ്ടയ്ക്ക, പിന്നെ സവാള, തക്കാളി, വഴുതനങ്ങ അതൊക്കെ ഉണ്ട്. പിന്നെ ബീട്രൂട്ട്, കാബേജ് ഒക്കെ അത് അങ്ങനെ ഒരു കഷ്ണം ഉപ്പേരിക്ക് മെഴുക്ക് പുരട്ടിയാക്കാണ്ട്. പിന്നെ സാമ്പാർ പൊടി അതാ പുളിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതോ ഉണക്കമീനാണ്, അത് ഉപ്പ് പോവാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. പച്ചക്കറികൾ വാട്ടിയെടുക്കുമ്പോഴാണ് ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ എല്ലാ കഷ്ണങ്ങളും ആദ്യം വെണ്ടയ്ക്ക ഇട്ടു, പിന്നെ സവോള എല്ലാ കഷ്ണങ്ങളും അതിലേക്കിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ആ ചട്ടിയിൽ തന്നെ മെഴുക്ക് പുരട്ടിയും കൂടി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പിന്നെ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, പിന്നെ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചായിരുന്നു പച്ചമുളകും സവാളയും കൂടെ, അതും കൂടെ ഇട്ടിട്ടൊന്ന് നല്ലോണം വഴറ്റുക. എന്നിട്ട് ആ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്ക് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. മെഴുക്ക് പുരട്ടിയിലൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് വേറൊരു രീതിയാവും. അപ്പോൾ അത് കാരണം ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കുക്കറിലേക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ട് പുളി, മുളക് പൊടി, കുറച്ച് സാമ്പാർ പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് ഞാൻ കുക്കറിൽ ഒരു വിസിലടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ കിടന്ന് വിസിലടിക്കുമ്പോഴേക്കും ഞാൻ ഉണക്കമീനൊക്കെ കഴുകി റെഡിയാക്കി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും മുളകും ഒക്കെ പുരട്ടി വെച്ചു. ഇപ്പോൾ നമ്മുടെ കറി അവിടെ സെറ്റായി. ഇനി അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ സാമ്പാർ പൊടി വെള്ളത്തിൽ കലക്കിയിട്ടും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ സാമ്പാർ സെറ്റായി, ഉപ്പേരി മെഴുക്ക് പുരട്ടി സെറ്റായി കേട്ടോ. അപ്പം നമ്മൾ ഇനി കറി ഒന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു, ഒരു 2 മണി ഉലുവയും കൂടെ ഇട്ടിട്ട് അതൊന്ന് വറവ് ഞാൻ കറിയിലേക്ക് വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് ഉണക്കമീൻ വറുക്കാൻ സെറ്റാക്കാം. അതൊക്കെ ഞാൻ അതിലേക്ക് അടുക്കി പെറുക്കി മീനൊക്കെ ചട്ടിയിൽ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. അപ്പം നമ്മുടെ ഉണക്കമീനും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി. ചോറ് പണിക്കാരുണ്ട് കേട്ടോ, അപ്പോൾ അവർക്കും കൂടിയുള്ള ചോറാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും കാബേജും ഉപ്പേരി, നമ്മുടെ തേങ്ങയും പരിപ്പൊന്നും ഇല്ലാത്ത വെണ്ടയ്ക്ക സാമ്പാർ, പിന്നെ ഉണക്കമീൻ വറുത്തത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമാവണവരൊന്ന്